വടാട്ടുപാറ പലവൻപടി പുഴയിൽ 2 പേർ മുങ്ങി മരിച്ചു. ആലുവ പേങ്ങാട്ടുശ്ശേരി സ്വദേശി വടക്കേ തോലക്കര വീട്ടിൽ സിദ്ദിഖ് 38 വയസ്സ്, ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ അബു ഫായിസ് 21 വയസ്സ് എന്നിവരാണ് മരിച്ചത്. പ്രദേശത്ത് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും വാച്ചർമാരെ നിയമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആലുവയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി കുടുംബത്തോടെ എത്തിയതായിരുന്നു ഇരുവരും. രാവിലെ എത്തിയ സംഘം കുളിക്കുവാനായി പുഴയിലിറങ്ങിയപ്പോൾ അബു ചുഴിയിൽപ്പെട്ടു. അബുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സിദ്ദിഖും ചുഴിയിലകപ്പെട്ടു. തുടർന്ന് കൂടെയുണ്ടായിരുന്നവർ ഇരുവരെയും രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പരിസരവാസിയായ കുട്ടിയാണ് നാട്ടുകാരെ വിവരമറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ജനപ്രതിനിധികളെയും വിവരമറിയിച്ചു. കോതമംഗലത്ത് നിന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തത്. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആംബുലൻസ് വരാൻ വൈകിയതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പിന്നീട് നാട്ടുകാരിലൊരാൾ തോളിൽ ചുമന്നാണ് ഒരാളുടെ മൃതദേഹം റോഡിലേക്ക് എത്തിച്ചത്. വേനലവധിക്കാലത്ത് നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത്. പ്രദേശത്ത് സൂചനാ ബോർഡുകളോ വാച്ചർമാരോ സുരക്ഷാ സംവിധാനങ്ങളോ നിലവിലില്ല. പുഴയിലേക്ക് കടക്കുന്ന റോഡരികിലെ സൂചനാ ബോർഡ് ആന ചവിട്ടി മറിച്ചിട്ടിരിക്കുന്നു. നാട്ടുകാരുടെ മുന്നറിയിപ്പ് പലപ്പോഴും വിനോദസഞ്ചാരികളും അവഗണിക്കും. അവധിക്കാലത്ത് അപകടങ്ങളും ഇവിടെ പതിവാണ്. സുരക്ഷാ സംവിധാനങ്ങൾ എത്രയും വേഗം സ്ഥാപിക്കുമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ.സി. റോയ് പറഞ്ഞു. മരിച്ച കുട്ടിയുടെ വാപ്പ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് അവരെ പിടിച്ച് ഇറക്കി കയറ്റാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട നാട്ടുകാരും ഇവിടെ നീന്താൻ അറിയാവുന്ന ആളുകളെല്ലാം പ്രാഥമികമായി ഒന്ന് തിരഞ്ഞെങ്കിലും കിട്ടിയില്ല. അതിനുശേഷം ഫയർഫോഴ്സിൻ്റെ ടീം വന്നിട്ടാണ് അവർ വന്ന് മുങ്ങി ഈ ബോഡി എടുക്കുകയുണ്ടായത്. ഇവിടെ കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദാരുണമായ സംഭവം കൊച്ചിയിൽ നിന്ന് 2 ആളുകൾ മരണമടയുണ്ടായി. ഈ പുഴയുടെ ആഴം പെട്ടെന്ന് മനസ്സിലാവില്ല, പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവില്ല. അപകടകരമായ ആഴമുള്ള ഒരു പുഴയാണ്. പക്ഷേ പുതിയതായി വരുന്ന ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒഴുക്കിൽപ്പെട്ട് പോകുന്നത്. വിവരം അറിഞ്ഞു തന്നെ കൈസ് ബോർഡുമായി ബന്ധപ്പെട്ട് അവിടെ ഡാമിൻ്റെ ഷട്ടറുകൾ അടയ്ക്കുകയും വെള്ളം കുറയുന്നതിന് ശേഷമാണ് ബോഡി എടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും 2 പേരെയും ഒരുപാട് താമസിയാതെ തന്നെ ബോഡി കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സൂചനാ ബോർഡ് പഞ്ചായത്തിന് സൂചനാ ബോർഡ് ഈ വർഷവും സ്ഥാപിച്ച ഇവിടെ തന്നെ ഉണ്ട്. അത് കടന്നാണ് അവർ കടന്നു പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് 15 ദിവസം മുമ്പാണ് വീണ്ടും കൊണ്ടുവന്ന് ആദ്യം വെച്ചത്. ആന കളഞ്ഞതിന് ശേഷം 15 ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൂടെ ഈ തൊട്ടടുത്ത് തന്നെ കാണുന്നത്. അത് കടന്നാണ് അവർ പോകുന്നത്. അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പുഴ വലിയ പ്രശ്നമില്ലാന്ന് തോന്നി പുറമേ നോക്കുമ്പോൾ വലിയ അപകടകരമായി തോന്നുന്നില്ലെങ്കിലും പുഴ വലിയ ആഴങ്ങളും ചുഴികളുള്ള പുഴയാണ്. അതാണ് അവരെ കുഴക്കിയത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവം ഉണ്ടായതെന്നാണ് പ്രതീക്ഷ. ആംബുലൻസ് വരാൻ താമസിക്കുന്ന ഫോറസ്റ്റ് ഫയർഫോഴ്സിൻ്റെ ഒപ്പം ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. ബോഡി കിട്ടിയതിന് ശേഷവും ഇവിടെ കരയിൽ കുറച്ച് സമയം കിടക്കേണ്ടി വന്നപ്പോൾ നാട്ടുകാർ പ്രതിഷേധം ഉണ്ടാക്കി അവർ ബോഡി എടുത്തുകൊണ്ട് കിട്ടുന്ന വാഹനത്തിന് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പ്രതിഷേധമായി പുറത്തേക്ക് വന്നപ്പോൾ ആംബുലൻസ് വന്നു. ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇപ്പോൾ ഫോറസ്റ്റുകാരോട് ഞങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ആരെങ്കിലും 2 വാച്ചർമാരെ നിയമിക്കണം. പല ഭാഗങ്ങളിലും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇത്തരം സംഭവങ്ങളുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഒരു മോണിറ്ററിംഗ് അവിടെ ഉണ്ടാകാറുണ്ട്. വാച്ചർമാരെ ഉപയോഗിച്ച് ഇവിടെ VSS ഉണ്ട്. VSSൻ്റെ ആളുകളെ 2 പേരെ നിയമിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും കഴിയും. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര ഒരു നടപടി ഉണ്ടാകുന്നത്. ഇവർ അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. നിരവധി ആളുകൾ, ഈ ടൂറിസ്റ്റുകളായ നിരവധി ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാതെ അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ആളുകൾക്ക് ഇവിടെ സന്ദർശിക്കുവാനും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കഴിയും. പ്രദേശത്ത് വാച്ചർമാരെ നിയമിക്കണമെന്നും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും വേനലവധി ആഘോഷിക്കാനെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും വടാട്ടുപാറ BJP മണ്ഡലം ജനറൽ സെക്രട്ടറി JNK നാരായണൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷമാണെങ്കിലും 1-2 എന്നുള്ള രീതിയിൽ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇങ്ങനെ പോയി അപകടത്തിൽപ്പെടുന്ന ഒരുപാട് നിത്യസംഭവമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നാട്ടുകാരിടപെട്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബിനു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അദ്ദേഹമൊക്കെയാണ് വളരെ ആത്മാർത്ഥമായിട്ട് ആ രീതിയിലുള്ള ബോഡി എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നാട്ടുകാരുടെ സഹായം അങ്ങനെ കിട്ടണേ. എപ്പോഴും നമ്മൾ ആ കാര്യത്തിൽ ഒരു ജാഗ്രത അവിടെ വേണം. അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കണം. ബോർഡ് സ്ഥാപിക്കുക, ആ ബോർഡ് നിലത്ത് വെക്കുന്ന രീതിയിലുള്ള ബോർഡാണ് അത് അവിടെ വെക്കുക. ആ ബോർഡ് കുറച്ച് കഴിയുമ്പോൾ അത് ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അവർക്കൊന്നും അതിൻ്റെ പ്രാധാന്യം അറിയില്ല, അതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണോ എന്തോ അതൊക്കെ പോവുകയും ചെയ്യും. ഇത് സ്ഥിരമായിട്ട് അപകടം നടക്കുമ്പോൾ നിത്യം ഒരു പല്ലവിയാണ് ഒരു ബോർഡ് വെക്കണം എന്നുള്ളത്. അത് ഇപ്പോൾ അടുത്ത ദിവസം പ്രതീക്ഷപ്പെടാം ഒരു ബോർഡ്. അതിന് ഏകദേശം ചിലപ്പോൾ 2-3 ആഴ്ചത്തേക്കുള്ള ആയുസ് ഉണ്ടാവുള്ളൂ. പക്ഷേ സ്ഥിരമായിട്ട് അവിടെ ഒരു സംവിധാനം ഒരുക്കേണ്ടത് എന്നുള്ളത് നാട്ടുകാരുടെ കൃത്യമായൊരു ആവശ്യമാണ്. കാരണം ടൂറിസം മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ വന്ന് കാണാനും തിരിച്ചു പോകാനും സുരക്ഷിതമായിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കണം. മാത്രമല്ല അവിടെ മറ്റ് അപകടങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിന് അവിടെ വാച്ചർമാരെ ആ രീതിയിലുള്ള വോളണ്ടിയർമാരെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ പഞ്ചായത്ത് മുൻകൈ എടുത്തു കൊടുക്കണം. ഈ സ്ഥലം ഫോറസ്റ്റിൻ്റെതാണ്. ഫോറസ്റ്റിൽ ഒരുപാട് വാച്ചർമാരെ ദിവസവേതനത്തിലൊക്കെ നിയമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാച്ചർമാരെ ആണെങ്കിൽ അവിടെ ഡ്യൂട്ടിക്കിടാനുള്ള ഒരു സംവിധാനമാണ് അധികാരികളുടെ ഇടയിൽ നിന്നുണ്ടാവുക. കോതമംഗലം MLA ആന്റണി ജോൺ താലൂക്ക് ആശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ സന്ദർശിച്ചു.
ദേവദാസ്, KCV ന്യൂസ്.